ഹലോ ഗൈസ്, നമുക്കിന്ന് സദ്യയുടെ കൂടെയൊക്കെ വിളമ്പുന്ന പ്രഥമൻ ഉണ്ടാക്കിയാലോ? അപ്പോൾ അട നല്ലതുപോലെ നമ്മൾ വേവിച്ച് വേറൊരു വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയില്ലാതെ അതൊന്ന് ഇളക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഈ ശർക്കര പാനിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ട പിടിക്കാതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുക്കറിനകത്താണെങ്കിൽ ചവ്വരി പ്രത്യേകം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ കട്ട പിടിക്കാതെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മളിവിടെ പ്രഥമൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് 2-ാം പാലാണ്. ഒരു തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇത് പഞ്ചസാരയും ഏലക്കയും ഒരു പിഞ്ച് ജീരകവും കൂടി ഉണ്ട്, ഇത് പൊടിച്ച് നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും നമ്മൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരണം. അപ്പോൾ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ടു. അതൊരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കിനും പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.